ഡോണ്ട് വെയിറ്റ്, ദ ടൈം വിൽ നെവർ ബി ജസ്റ്റ് റൈറ്റ്. നെപ്പോളിയൻ ഹിൽ. എന്താണ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത്? എനിക്ക് തോന്നുന്നത് അത് ആക്ഷനാണ് എന്നാണ്. അത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യാറ് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത്. ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ബട്ട് പിന്നെ ഞാനത് പതുക്കെ മാറ്റിയെടുത്തു. ആദ്യമൊക്കെ ഞാനിങ്ങനെ കുറേ ആലോചിച്ച് കൂട്ടും, കുറേ ഇരുന്ന് ചിന്തിക്കും, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, മലമറിക്കാം എന്നൊക്കെ. ബട്ട് എന്തെങ്കിലും ചെയ്യൂ? അതില്ല. പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയും വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. എന്ത് മണ്ടത്തരാണ് അല്ലേ? എനിക്കറിയാം നിങ്ങളും ഇങ്ങനൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എനിവേ, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഡയലോഗടിയൊക്കെ നിർത്തിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്ത് തീർക്കുകയാണെങ്കിലും അത് തന്നെയായിരിക്കും മിക്ക സമയത്തും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്കും. സോ അത് മോർണിംഗിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ റെസ്റ്റ് ഓഫ് ദ ഡേ ആ ദിവസം ഫുള്ള് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. ആ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ചെയ്ത് തീർത്താൽ പിന്നെ അത് നോക്കണ്ടല്ലോ. സോ ആ ഒരു വെയിറ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. ആൻഡ് ആൾസോ യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് ബാക്കി ടാസ്കുകൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയും സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഭഗവത്ഗീതയിൽ പറയുന്നൊരു കാര്യമുണ്ട്, യു ഹാവ് എ റൈറ്റ് ടു പെർഫോം യുവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ബട്ട് യു ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ആക്ഷൻസ്. നെവർ കൺസിഡർ യുവർ സെൽഫ് ടു ബി ദ കോസ് ഓഫ് ദ റിസൾട്ട്സ് ഓഫ് യുവർ ആക്ടിവിറ്റീസ് നോർ ബി അറ്റാച്ച്ഡ് ടു ഇൻആക്ഷൻ. അതായത് ഒന്നുമില്ല, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രം ഏറ്റെടുത്താൽ മതി. അല്ലാതെ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട കാര്യം ഇല്ല. സോ നിങ്ങൾക്ക് കുറച്ച് ഫ്രീഡം ആൻഡ് റിലീഫ് ഒക്കെ കിട്ടും. ഇത് പറയാൻ കാരണം നമുക്ക് പലപ്പോഴും നമ്മളുടെ റിസൾട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യത്തോട് മറ്റൊരാൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നമുക്ക് ശരിക്കും പറയാനായിട്ട് കഴിയണം എന്നില്ല. അത് ആ കേൾക്കുന്ന ആളെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ശരി എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം. അതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുന്നത് കുറച്ച് ഈസി ആയിട്ട് മാറും. രാവിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ബാക്കി ഡേ ഫുൾ ഈസി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ശരിയാണ്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് ഫോളോ ചെയ്യാനായിട്ട് കഴിയണം എന്നില്ല. ബിക്കോസ് ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും, ഇമോഷണലി വളരെ ലോ ആയിരിക്കും. ബിക്കോസ് ലൈഫ് അങ്ങനെയാണ്. ബട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കണോ? നോപ്പ്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ചെറിയ എന്തെങ്കിലും ടാസ്ക് ചെയ്യാം. ലൈക്ക് ഒരു 1 to 2 minutes എന്തെങ്കിലും എഴുതുക, ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ചെറിയ ടാസ്ക് എന്തെങ്കിലും ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് തുടങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ആ ഒരു മൊമെൻറ്റം കിട്ടിയാൽ പിന്നെ അങ്ങനെ ചെയ്തോളും. ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ്, സ്റ്റാർട്ട് സ്മോൾ. നാലാമത്തെ കാര്യം, നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്കൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നിങ്ങൾ റിമൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ നിങ്ങൾ ആ ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടാസ്കുകളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക ആൻഡ് ഡെയിലി അതെടുത്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, യുവർ ടോപ്പ് 3 പ്രയോറിറ്റീസ് റൈറ്റ് നൗ, യുവർ കരിയർ, എ കോട്ട്, എക്സെട്ര. അഞ്ചാമത്തെ ടിപ്പ്, നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വേണം. സോ നിങ്ങളിങ്ങനെ കുറച്ച് ലോ ആവുന്ന സമയത്ത് ഇവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ആൻഡ് ഇവർ ലോ ആവുമ്പോൾ തിരിച്ച് നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ പരസ്പരം ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ചാനലിൽ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. സോ അതൊക്കെ നിങ്ങൾ എനിക്ക് നൽകുന്ന സപ്പോർട്ടാണ്, എനിക്ക് കിട്ടുന്ന മോട്ടിവേഷനാണ്. സോ ഞാനിങ്ങനെ വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതേപോലെ നിങ്ങളും ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക, ഓർ ഒരു നല്ല ഫ്രണ്ടിനെ കണ്ടെത്തിയാലും മതി. പക്ഷേ നിങ്ങളെക്കാൾ മടിയനായ ഫ്രണ്ടാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ആറാമത്തെ കാര്യം, ഒരു 45 minutes ടൈമർ സെറ്റ് ചെയ്യുക. ആൻഡ് ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിൽ അല്ലെങ്കിൽ ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. 0 distractions. ആൻഡ് ഈ 45 minutes കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കാം, ഒരു 15 minutes. ഈ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, ഒരു ചെറിയ വാക്കിന് പോകാം, സ്നാക്ക് കഴിക്കാം, ഗോ ആൻഡ് റിലാക്സ്. സോ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്യാം, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുന്നതിലും മാത്രം ട്രെയിൻ ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നിങ്ങളുടെ റെസ്റ്റ് ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾക്ക് 45 minutes കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു 25 minutes വർക്ക് ചെയ്യൂ, എന്നിട്ട് 5 minutes അല്ലെങ്കിൽ 10 minutes ബ്രേക്ക് എടുക്കുക, ദെൻ പിന്നെയും 25 minutes വർക്ക് ചെയ്യുക, 5 minutes റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ ഒരു സൈക്കിൾ ഫോളോ ചെയ്യാം. സോ ഇതാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ടിപ്സ്. അപ്പോൾ ഇനി ആക്ഷൻസ് എടുക്കാനായിട്ട് മടി വരുന്ന സമയത്ത് ഈ ടിപ്സ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.